Okay, നമുക്ക് പിന്നെ using of brackets അല്ലേ എടുക്കണ്ടേ? Page number 22 ല് അല്ലേ? അതുവരെയുള്ള റൗണ്ടിങ്ങും എസ്റ്റിമേഷനും എല്ലാം കഴിഞ്ഞല്ലേ? അപ്പോ നമ്മൾ എന്തിനാ ബ്രാക്കറ്റ്സ് ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യുന്നത്? അറിയോ? ബ്രാക്കറ്റ്സ് എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? It simplifies the process of solving problems. It simplifies the process of solving problems. എന്തിനാ നമ്മൾ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യുന്നത്? വലിയ പ്രോബ്ലം, വലിയ ഡിജിറ്റ്സോ വലിയ പ്രോബ്ലം എന്തായിക്കോട്ടെ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ബ്രാക്കറ്റ്സ് ഉപയോഗിക്കുന്നത്. All of you take your textbook, page number 22. There you can see example 36. Tani and Vihan play every day for 2 and 3 hours respectively. How many hours do they play for in a week? Question മനസ്സിലായോ? Question മനസ്സിലായോ? Tani and Vihan play every day for 2 and 3 hours respectively. How many hours do they play for in a week? രണ്ട് കുട്ടികൾ ടാനിയും വിഹാനും രണ്ടുപേരും ഒരു ദിവസം എത്ര അവേഴ്സ് കളിക്കുന്നുണ്ട്? ടാനി 2 അവേഴ്സ് കളിക്കുന്നുണ്ട്, വിഹാൻ 3 അവേഴ്സ് കളിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു വീക്കില് രണ്ടുപേരും കൂടി എത്ര അവേഴ്സ് കളിക്കുന്നുണ്ട് എന്നാ ക്വസ്റ്റ്യൻ. അണ്ടർസ്റ്റാൻഡ്? ഇപ്പോ ജോയൽ ഒരു ദിവസം 2 മണിക്കൂർ കളിക്കുന്നുണ്ടെന്ന് വിചാരിച്ചു. ജസ്റ്റിസ് 3 മണിക്കൂർ കളിക്കുന്നുണ്ടെന്ന് വിചാരിച്ചു ഒരു ദിവസം. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കൂടി ഒരു ദിവസം എത്ര മണിക്കൂർ കളിക്കും? ജോയൽ 2 മണിക്കൂറോ ജസ്റ്റിസ് 3 മണിക്കൂറോ? രണ്ടുപേരും കൂടി 5 അവേഴ്സ് അല്ലെ? 2 + 3 5 അവേഴ്സ് കളിക്കുന്നില്ലേ? ക്വസ്റ്റ്യൻ എന്താ? ഒരു വീക്കില് രണ്ടുപേരും കൂടി എത്ര അവേഴ്സ് കളിക്കുന്നുണ്ട്? ഇങ്ങനെ കണ്ടുപിടിക്കും. ഒരു ദിവസം രണ്ടുപേരും കൂടി 5 അവേഴ്സ് കളിക്കുന്നുണ്ടെങ്കിൽ 1 വീക്കിൽ എത്ര അവേഴ്സ് ആയിരിക്കും? 1 വീക്ക് ഈസ് 7 days and total hours played is 7 into 5, 35 hours. അല്ലേ? അത് രണ്ട് മെത്തേഡില് ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് നിങ്ങളെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കിയേ. മെത്തേഡ് 1 വിതൗട്ട് ദ യൂസ് ഓഫ് ബ്രാക്കറ്റ്. നമ്മൾ ബ്രാക്കറ്റ് യൂസ് ചെയ്ത് നോർമൽ കേസിൽ നമ്മൾ എങ്ങനെയാ പ്രോബ്ലം ചെയ്യുന്നത്? ഇൻ എ വീക്ക് ടാനി പ്ലേസ് ഫോർ 2 into 7 hours 14 hours. ടാനി ഒരു ദിവസം 2 മണിക്കൂർ കളിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ടാനി 1 വീക്കില് എത്ര അവേഴ്സ് കളിക്കും? 2 into 7 14 hours. എന്താ ഹെവൻ ഡൗട്ട്? എത്രാമത്തെ പേജ്? പേജ് നമ്പർ 22. ടാനി ഒരു ദിവസം 2 അവേഴ്സ് കളിക്കുന്നുണ്ടെങ്കിൽ 1 വീക്കില് 2 into 7 14 അവേഴ്സ് കളിക്കുന്നുണ്ട് അല്ലേ? നെക്സ്റ്റ്, ഇൻ എ വീക്ക് വിഹാൻ പ്ലേസ് ഫോർ 3 into 7 hours, that is 21 hours. ഒരു ദിവസം വിഹാൻ 3 അവേഴ്സ് കളിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 വീക്കില് 3 into 7 hours കളിക്കും. That means 21 hours. In a week, together they play for, ഒരാള് 14 hours ഒരു വീക്കിൽ കളിക്കുന്നുണ്ട്, മറ്റേ ആള് 21 hours കളിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കൂടി ടോട്ടൽ 14 + 21 35 hours കളിക്കുന്നുണ്ട്. അതൊരു മെത്തേഡ്. മാത്സിന്റെ പ്രത്യേകത എന്താണെന്നറിയോ നിങ്ങൾക്ക്? എന്താണെന്നറിയോ?
നിങ്ങൾക്കിപ്പോ ഈ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് പഠിക്കുന്നതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നാല് എത്ര പേരുണ്ട് ഇപ്പോ? 1 2 3 4 5 6 7 8 9 9 10 പേരുണ്ട്. 10 പേരും ചെയ്യുന്ന മെത്തേഡ് ഡിഫറെന്റ് ആയിരിക്കും അല്ലേ? ഞാനിപ്പോ പഠിപ്പിക്കാത്ത ഒരു കാര്യം കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നാല് നിങ്ങൾ നിങ്ങളുടെ ലോജിക് അനുസരിച്ചായിരിക്കും അത് ചെയ്യാം. ഒന്നും ഞാൻ പറയുന്നില്ല, ഒരു ക്വസ്റ്റ്യൻ തരുന്ന മാത്രം ചെയ്യുന്നു. അങ്ങനെയാകുമ്പോ നിങ്ങൾ നിങ്ങളുടെ ലോജിക് അനുസരിച്ച് ചെയ്യും. എങ്ങനെ ചെയ്താലും ആൻസർ ഒന്ന് തന്നെ ആയിരിക്കുമല്ലോ. ഒരു പ്രോബ്ലത്തിന് മാത്സിൽ ഒരിക്കലും ഡിഫറെന്റ് ആൻസർ കിട്ടില്ലല്ലോ. കിട്ടുമോ? ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തന്നാല് 10 പേരും ചെയ്യുന്ന മെത്തേഡ് ഡിഫറെന്റ് ആയിരിക്കും, ബട്ട് ആൻസർ വിൽ ബി സെയിം. 10 പേർക്ക് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. അതുപോലെ ഇതേ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ ഒരുപാട് മെത്തേഡിൽ നമുക്ക് ചെയ്യാം. അതിലൊരു മെത്തേഡാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് മെത്തേഡ് യൂസിങ് ബ്രാക്കറ്റ്സ്. നമുക്കതാ പഠിക്കാനുള്ളത്. ബ്രാക്കറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാം. ആ സെക്കൻഡ് മെത്തേഡ് ഒന്ന് നോക്കിയേ. ഇൻ എ വീക്ക് ടാനി ആൻഡ് വിഹാൻ പ്ലേ ഫോർ 7 ബ്രാക്കറ്റില് 2 + 3 hours. അതെന്താന്ന് മനസ്സിലായോ? ബ്രാക്കറ്റില് 2 + 3 hours. 7 ബ്രാക്കറ്റ് 2 + 3. മനസ്സിലായോ? അങ്ങനെ എഴുതുന്ന കണ്ടിട്ടുണ്ടോ? വെയിറ്റ്. സെവൻ ബ്രാക്കറ്റ് 2 + 3. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരു നമ്പർ എഴുതിയിട്ട് നമ്മൾ ബ്രാക്കറ്റിൽ വേറെ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ഇവിടെ ഇൻടു എന്നുള്ള ഒരു സൈൻ ഉണ്ടെന്ന്. മനസ്സിലായോ? ഇങ്ങനെ 7 ഒരു നമ്പർ എഴുതി കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ വേറെ എന്തെങ്കിലും ഒരു പ്രോസസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് അവിടെ ഇൻടു എന്നുള്ള ഒരു സിമ്പിൾ ഉണ്ട്. ഇൻടു എന്നുള്ള മീനിങ് ആണ് ഇവിടെ ബ്രാക്കറ്റ് വരുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയ ഈ ക്വസ്റ്റ്യനില്? നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഒരു ദിവസം 2 പേരും കൂടി 2 + 3 hours കളിക്കുന്നുണ്ട് അല്ലെ? അപ്പോ 7 days ആകുമ്പോ 7 × 2 + 3, 7 × 5, that is equal to 35. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? ബ്രാക്കറ്റ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു എക്സാമ്പിളും കൂടി മിസ് തരട്ടെ? ക്വസ്റ്റ്യൻ തരട്ടെ? ചെയ്യുവോ? ഓക്കെ, all of you take your notebook. In a shop, write the question. In a shop, the sale of book per 1 day is 50.
and $150. And the sale of pen per 1 day is 50. What is the total sale of book and pen for 1 week? In a shop, the sale of book per 1 day is 150 and the sale of pen per 1 day is 50. What is the total sale of book and pen for 1 week? Solve this problem using brackets. എങ്ങനെ സോൾവ് ചെയ്യും? ഒറ്റയടിക്ക് നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. സ്റ്റെപ്പ് കൂടുതൽ ഒന്നും എഴുതണ്ട, ഒറ്റ ഒരു സ്റ്റെപ്പ് എഴുതിയാൽ മതി. എന്താ സ്റ്റെപ്പ്? In one step we can find the answer. നമ്മൾ നേരത്തെ വേർഡ് പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് ഓരോന്നോരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതിയിട്ടല്ലേ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താണോ അത് മാത്രം എഴുതിയാൽ മതി. ടോട്ടൽ സെയിൽ for 1 week is equal to 1 week എന്ന് പറയുമ്പോൾ എത്ര ഡേയ്സ് ഉണ്ട്? 7 days. So 7 into ഒരു ദിവസത്തെ സെയിൽ അല്ലേ 1 വീക്കിലുള്ള സെയിൽ വരുന്നത്. ഒരു ദിവസത്തെ സെയിൽ into 7 ആണ് ടോട്ടൽ സെയിൽ ഫോർ 1 week. അപ്പൊ 7 into ബ്രാക്കറ്റില് എന്താ ഒരു ദിവസത്തെ സെയിൽ എത്രയാ? 150 പ്ലസ് 50. ഒരു ദിവസത്തെ ടോട്ടൽ സെയിൽ എന്ന് പറയുന്നത് 150 ബുക്കും 50 പെന്നും. അപ്പൊ ഒരു ദിവസത്തെ സെയിൽ 150 പ്ലസ് 50. അങ്ങനെ ആവുമ്പോ ഒരു വീക്കിലേക്കുള്ള സെയിൽ എന്ന് പറയുന്നത് 7 into 150 plus 50. എത്രയായിരിക്കും അതിന്റെ ആൻസർ? 7 into 150 plus 50, 200. That is equal to 7 into 200, 1400. Answer right. Single step final answer കണ്ടുപിടിച്ചില്ലേ? മനസ്സിലായോ ഇത് ചെയ്തത്? എല്ലാവർക്കും ക്ലിയർ ആയോ? നിജാദ് എന്താ വീഡിയോ ഓൺ ചെയ്യാത്തെ? ശ്രീ വിഷ്ണുവിന് മനസ്സിലായില്ലേ? ഓക്കെ ജോന, ഓക്കെ ആദ്രയ്ക്ക് മനസ്സിലായോ? യെസ്. അശ്വിൻ, what about you? ജീവ, ഓക്കെ. അപ്പൊ ബ്രാക്കറ്റ് ഉപയോഗിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാൻ മനസ്സിലായല്ലോ. ഇങ്ങനെയുള്ള സിമ്പിൾ പ്രോബ്ലം മാത്രമേ നിങ്ങൾക്ക് ബ്രാക്കറ്റ് ഉപയോഗിച്ച് വരുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് എക്സ്പാൻഡിങ് ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റ് ഇട്ടിട്ട് ചെയ്യാൻ മാത്രമല്ല, തന്നിട്ടുള്ള ബ്രാക്കറ്റിനെ എക്സ്പാൻഡ് ചെയ്യാനും കൂടി പഠിക്കണ്ടേ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനില് ബ്രാക്കറ്റിൽ ഒന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതി ആൻസർ കണ്ടുപിടിക്കാനും കൂടി പഠിക്കാനുണ്ട്. ഓക്കെ, ആ എക്സാമ്പിൾ ഒന്ന് നോക്കിക്കോ. എക്സാമ്പിൾ 37.
simplify 8 into 107. ആ 107 എന്നുള്ളത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന കണ്ടോ? നമ്മൾ നോർമൽ രീതിയിൽ 8 into 107 ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും ഇല്ലേ? 3 ഡിജിറ്റ് നമ്പറും 1 ഡിജിറ്റ് നമ്പറും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതും 8 കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടൈം എടുക്കും. അതിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാ? അതിന് താഴെ സോൾവ് ചെയ്തിരിക്കുന്നത് നോക്കിയേ. 8 into 107 is equal to, it can be changed to 8 into ആ 107നെ ഡിവൈഡ് ചെയ്ത് എഴുതി. എങ്ങനെ എഴുതി? 100 plus 7. 100 plus 7 ആണല്ലോ 107. അപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യനെ എങ്ങനെ റീറൈറ്റ് ചെയ്തു? 8 into 100 plus 7. അങ്ങനെ ഒരു നമ്പറിനെ ബ്രാക്കറ്റിനകത്ത് ഒരു അഡീഷൻ പ്രോസസ്സും അതിനൊരു നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ പുറത്തുള്ള ബ്രാക്കറ്റിന് പുറത്തുള്ള നമ്പർ ഉണ്ടല്ലോ, പുറത്തുള്ള ഡിജിറ്റ് ഇല്ലേ, ആ ഡിജിറ്റിനെ ബ്രാക്കറ്റിനകത്തുള്ള രണ്ട് നമ്പറിനെ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എഴുതിയതുണ്ടോ? 8 into 100 plus 8 into 7. എന്താ ബ്രാക്കറ്റിനകത്ത് എന്തായിരുന്നു? 8 into 100 plus 7 ആയിരുന്നു ബ്രാക്കറ്റില്. ടെക്സ്റ്റിൽ നോക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ടെക്സ്റ്റിലെ എക്സാമ്പിള് സോൾവ് ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. 8 into 100 plus 7 അല്ലേ നമ്മൾ റീറൈറ്റ് ചെയ്തേ? അതിനെ ആ 8നെ 100നെ കൊണ്ടും 7നെ കൊണ്ടും മൾട്ടിപ്പിൾ ചെയ്യണം. 8 into 100 ആ പ്ലസ് സൈൻ ഇടാ, 100 plus 7 പ്ലസ് സൈൻ ഇടാ, അത് കഴിഞ്ഞിട്ട് 8 into 7. 8 into 100 എന്ന് പറയുന്നത് 800, 8 into 7 എന്ന് പറയുന്നത് 56. അപ്പൊ അത് രണ്ടും കൂടി ആഡ് ചെയ്താല് 856 എന്ന് കിട്ടും. മനസ്സിലായില്ല എന്ന് തോന്നുന്നു അല്ലെ? മനസ്സിലായില്ലല്ലോ? ഒന്നുകൂടി പറഞ്ഞുതരാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? 8 into 107. ഇതിനെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതി? ഈക്വൽ ടു 8. അവിടെ ആ ഇൻടു സൈൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ ബ്രാക്കറ്റ് ഇടുന്നത് മൾട്ടിപ്ലിക്കേഷന് ഈക്വൽ ആയിട്ട് നമ്മൾ ബ്രാക്കറ്റ് ഇടുന്നത്. അപ്പൊ 8 into ഇട്ടാലും കുഴപ്പമില്ല. 8 into 107 നമ്മൾ എങ്ങനെ എഴുതി? 100 plus 7. 107 എന്നുള്ളത് നമ്മള് ചേഞ്ച് ചെയ്തിട്ട് 100 plus 7 എഴുതി. ഇനി ഇവിടെ ഈ 8നെ ആദ്യം നമ്മള് ഈ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 8നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് കിട്ടും? 8 into 100. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന ഈ പ്ലസ് സൈൻ ഉണ്ടല്ലോ, ആ പ്ലസ് സൈൻ അതുപോലെ തന്നെ ഇടാം. പിന്നെന്ത് ചെയ്യാം? 8നെ ബ്രാക്കറ്റിനകത്തുള്ള 7 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? പ്ലസ് സൈൻ ഇട്ടതിന് ശേഷം 8 into 7. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ 8 into 100 800 plus 8 into 7 56. That is equal to 856. ബ്രാക്കറ്റിനെ എക്സ്പാൻഡ് ചെയ്യാൻ മനസ്സിലായോ? മനസ്സിലായോ എക്സ്പാൻഡ് ചെയ്യാൻ? മനസ്സിലായില്ല?
ഇല്ല അല്ലേ? എന്താ ജസ്റ്റസ്? എക്സാമ്പിൾ തരും. ഒരു എക്സാമ്പിളും കൂടി വേണോ? ഓക്കെ. ഈ എക്സാമ്പിൾ പോട്ടെ, നമുക്ക് വേറെ എക്സാമ്പിൾ എടുക്കാം. നയൻ ഇൻറ്റു എത്ര വേണ്ടേ? 211. 9 into 211. ഇതിന് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുമ്പോ സാധാരണ എഴുതി നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യില്ലേ? 211 into താഴെ 9 എഴുതി, 1 into 9 9, again 1 into 9 9, 2 into 9 18, 1899 കിട്ടും. ഈ 9 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും. 9 8 7 6 എന്നൊക്കെ പറയുന്ന ഡിജിറ്റ്സ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നത് കൂടുതൽ പേർക്കും ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഈ 211നെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതും. എങ്ങനെ എഴുതും? 9 into അതിനെ നമ്മൾ ബ്രാക്കറ്റിൽ എഴുതും. 211 എന്നുള്ളത് 200 plus 11 എഴുതി. ഒന്നും ചെയ്യുന്നില്ല. 211 എന്നുള്ളത് എക്സ്പാൻഡ് ചെയ്തിട്ട് 200 plus 11 എഴുതി. അതിനെ നമ്മൾ ബ്രാക്കറ്റിൽ ഇട്ടു. അത്രേ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ ബ്രാക്കറ്റ് അങ്ങ് എക്സ്പാൻഡ് ചെയ്യണം. ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എന്ത് ചെയ്യാം? ഫസ്റ്റ് എന്ത് ചെയ്യും നമ്മള്? ഈ 9നെ ഫസ്റ്റ് നമ്മൾ ഈ 9നെ 200 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും. ഈ ബ്രാക്കറ്റിനകത്തുള്ള എല്ലാ ഡിജിറ്റ്സ് ഇപ്പൊ ഇവിടെ എത്ര നമ്മൾ ആഡ് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിലും അതിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഈ ബ്രാക്കറ്റിന് പുറത്തുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ഇവിടെ നമുക്ക് 11 ഉള്ളതിനെ നമുക്ക് 10 plus 1 എഴുതാം. 10 plus 1 എന്നാലും 211 തന്നെ അല്ലേ വരുന്നത്? 211 200 plus 10 plus 1 മാറ്റി എഴുതി. അങ്ങനെ വരുമ്പോ ഫസ്റ്റ് നമ്മൾ 9നെ 200 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും. എത്രയാ? equal to 9 into 200. അത് കഴിഞ്ഞ 200 പ്ലസ് എന്നുള്ള സൈൻ ഇവിടെ ഇടാം. പിന്നെ എന്ത് ചെയ്യണം? 9നെ നമ്മള് അടുത്ത നമ്പർ 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പൊ എന്തായി? 9 into 10. അവിടെ വരുന്ന പ്ലസ്. പിന്നെ എന്ത് ചെയ്യണം? 9നെ ഏറ്റവും ലാസ്റ്റ് നമ്പർ 9 into 1. 9 into 1. ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി സാധാരണ ചെയ്യുന്നത് പോലെ 9 into 200 1800. അതെങ്ങനെ എളുപ്പത്തിൽ കിട്ടിയേ? 9 into 200 1800. 9 into 2 18. പിന്നെ ഇവിടെ 200ൽ വരുന്ന 2 0 അതേപോലെ അങ്ങ് ഇട്ട് കൊടുത്തു. അപ്പൊ 9 into 200 1800 plus 9 into 10 90 plus 9 into 1 9. ഇത് സിമ്പിൾ ആയിട്ട് ആഡ് ചെയ്താൽ മതി. ഈക്വൽ ടു 1899. ഇപ്പൊ മനസ്സിലായോ? ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നത് മനസ്സിലായോ? മൾട്ടിപ്ലിക്കേഷൻ ആണ് നമുക്ക് ഈ ബ്രാക്കറ്റ് ഉപയോഗിച്ചിട്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. വലിയ വലിയ നമ്പേഴ്സ് ഒക്കെ മൾട്ടിപ്പിൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ട് ആഡ് ചെയ്യുന്ന പോലെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ട് മൾട്ടിപ്പിൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. മൾട്ടിപ്ലിക്കേഷനിലാണ് ബ്രാക്കറ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ഒരു എക്സാമ്പിളും കൂടി ഉണ്ട്. അത് രണ്ടും എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ട് ചെയ്യുന്നതാണ്. അത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇപ്പൊ ടൈം തീരാറായി. 2-3 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്തു. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തു.
First question. Rahul walks 3 kilometers in a day. Meena walks 5 kilometers in a day. What is the total distance covered by both in a week, in 2 weeks? Rahul walks 3 kilometers in a day. Meena walks 5 kilometers in a day. What is the total distance covered by both in 2 weeks? ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ ചെയ്ത രണ്ട് ക്വസ്റ്റ്യനും ഇൻ 1 വീക്ക് ആണ്, ഇത് 2 വീക്ക് ആണ്. 2 വീക്ക് എന്ന് പറയുമ്പോൾ 14 ഡേയ്സ് വരും. നമ്മൾ നേരത്തെ ചെയ്ത എക്സാമ്പിൾ 1 വീക്ക് ആണ്, അതുകൊണ്ടാണ് ടോട്ടൽ ഡേയ്സ് 7 ആയിട്ട് എടുത്തേ. ഇവിടെ 2 വീക്സ് ആയതുകൊണ്ട് 14 ഡേയ്സ് വരും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. Simplify 7 into 345 and 15 into 120. ഇത് രണ്ടും മതി ക്വസ്റ്റ്യൻ. എഴുതിയെടുത്തോ. First question, Rahul walks 3 kilometers in a day. Meena walks 5 kilometers in a day. What is total distance covered by both in 2 weeks? Second question, simplify 7 into 345 and 15 into 120. പിന്നെ തന്നെ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. എഴുതി കഴിഞ്ഞില്ലേ? ഇന്ന് തന്നെ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം, എന്നിട്ട് അയച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചാൽ മതി. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ.